അപ്പോൾ ചോറ്റാനിക്കര മകം ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം ദർശനത്തിനായി നട തുറക്കുക. രാത്രി 10:30 വരെ ഭക്തർക്ക് മകം തൊഴാനുള്ള സൗകര്യവുമുണ്ട് അല്ലേ? നമ്മുടെ പ്രതിനിധി ലേബിയുണ്ട്. മകം തൊഴിലിനോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലേബി എല്ലാ കൊല്ലവും മകം തൊഴിൽ റിപ്പോർട്ട് ചെയ്യും, മകം തൊഴുന്ന ആളാണ്. ലേബി സ്ഥിരമായിട്ട് മകം തൊഴുന്ന അല്ലെങ്കിൽ മകം തൊഴുന്നത് റിപ്പോർട്ട് ചെയ്യുന്നൊരു മങ്കയാണ്. ലേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മകം തൊഴാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ ലേബി? തീർച്ചയായും വളരെ കേരളത്തിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര മകം തൊഴൽ. ഇതിന് കൃത്യമായൊരു ഐതിഹ്യവുമുണ്ട്. വില്വമംഗല സ്വാമിയാർക്ക് ചോറ്റാനിക്കര അമ്മ ഈ കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ദർശനം നൽകിയത്. ആ സമയമാണ് ഈ ഉച്ചയ്ക്ക് 2 മണി. ആ സമയത്താണ് മകം തൊഴൽ ചടങ്ങിനായി നട തുറക്കുക. അതിനുശേഷം രാത്രി 10:30 വരെ ഈ മകം തൊഴലിനായി ഇവിടെ സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ ഇവിടെ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവം തന്നെയാണ്. തലേ ദിവസം തന്നെ ഒരിക്കൽ വ്രതം അനുഷ്ഠിച്ച് ഇങ്ങോട്ടെത്തി ക്യൂ നിൽക്കുന്നവരാണ് ഇവിടെ കൂടുതലും. ഇതിന്റെ 3 ഗോപുര നടയിലും നീണ്ട ക്യൂ പുറത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അകത്ത് തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ 5:30 മുതൽ തന്നെ ഇവിടുത്തെ വിശേഷാൽ ചടങ്ങുകളൊക്കെ തുടങ്ങി. ഇവിടുത്തെ ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ട് അത് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ്. ആ ചടങ്ങോടുകൂടിയാണ് മകത്തോടനുബന്ധിച്ച പ്രത്യേക പൂജാ ചടങ്ങുകളെല്ലാം ആരംഭിച്ചത്. അതിനുശേഷം ആറാട്ടുണ്ടായിരുന്നു. ആറാട്ടിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. എഴുന്നള്ളിപ്പും വളരെ വിശേഷം തന്നെയാണ്. പാണ്ടിമേളവും സ്പെഷ്യൽ നാഗസ്വരവും എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് എത്തുന്നവർക്കൊക്കെ ഇതൊരു വിശേഷ അനുഭവം തന്നെയാണ്. അമ്മ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? മകം തൊഴിലിന് എല്ലാ വർഷവും വരുന്നത്? എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു അനുഭവം മനസ്സിൽ? നമുക്ക് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും തീരുന്ന ഒരു ദിവസമാണ്. അമ്മയോട് എന്ത് പറഞ്ഞാലും അത് കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ദിവസം എന്നാണ്. നമ്മുടെ ദുരിതങ്ങളെല്ലാം തീർത്തു തരും. ആ ഒരു വിശ്വാസം, ആ വിശ്വാസം കൊണ്ടാണ് എല്ലാ വർഷവും വരുന്നത്. ഈ അല്പസമയത്തിനൊക്കെ ഇനി ഈ നട അടയ്ക്കും. ഇപ്പോൾ രാവിലെ നട തുറന്ന സമയത്ത് ദർശനത്തിനായി എത്തുന്നവരുടെ തിരക്കാണ് ഈ കാണുന്നത്. അതിനുശേഷം ചോറ്റാനിക്കര അമ്മയെ സർവാഭരണ വിഭൂഷിതയായി ഒരുക്കിയിട്ടാണ് 2 മണിക്ക് നട തുറക്കുക. അത് തങ്കഗോളക, വളരെ വിശേഷപ്പെട്ട ആഭരണമാണ്. അത് രത്നം പതിപ്പിച്ച കിരീടം, തങ്കത്താലി, ഇതെല്ലാം ഈ മകം നാളിൽ മാത്രമാണ് അമ്മയെ അണിയിക്കുക. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ആഭരണങ്ങളെല്ലാം അണിയിച്ച് അമ്മയെ ഒരുക്കുന്നതിനായി നട അല്പസമയത്തിനകം അടയ്ക്കും. അതിനുശേഷം 2 മണിക്കാണ് മകം തൊഴിലിനായി നട തുറക്കുക. ആ സമയത്ത് ഇങ്ങോട്ട് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്താറുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും, പാപമോചനം ലഭിക്കും എന്നൊക്കെയാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്രതം അനുഷ്ഠിച്ച് ഇങ്ങോട്ട് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലേക്ക് ഇന്നേ ദിവസം ആളുകൾ ഒഴുകിയെത്തുന്നത്. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ 1000ഓളം പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമാക്കി പോലീസിനെ തിരിച്ചിട്ടുണ്ട്. മഫ്തിയിലും പോലീസുണ്ട്. അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുളന്തുരുത്തി അതുപോലെ തന്നെ തിരുവാങ്കുളം ഭാഗത്തു നിന്നെല്ലാം വാഹനങ്ങൾ തിരിച്ചു വിടുന്നുണ്ട്. ഗതാഗത നിയന്ത്രണവുമുണ്ട്. വളരെ ഭക്തിപൂർവ്വം ആളുകളെല്ലാം ഇങ്ങോട്ട് എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലേബിയാണ് നമുക്കൊപ്പം പതിവ് പോലെ അല്ലേ? മകം തൊഴുത് തൊഴുതിട്ടില്ല. മകം തൊഴൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 മണിക്കാണ്. പക്ഷേ ഈ 2 മണിക്ക് ഇങ്ങനെ പ്രത്യേക ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സാധാരണ പ്രഭാതത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരത്തിലോ ഇപ്പോ നമ്മൾ മകരവിളക്ക് തെളിയുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് പ്രധാനപ്പെട്ട പൂജകളൊന്നും പൊതുവായി ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറ്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല എങ്ങനെയാണ്? ആറ്റുകാൽ പൊങ്കാല 10 മണിക്ക് തുടങ്ങും. പക്ഷേ 1:45 അല്ലേ? ശരിയാണ്. അപ്പോൾ ഈ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് ചോറ്റാനിക്കരയിലെ കാഴ്ചകളും തിരക്കുമൊക്കെ നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അല്പസമയത്തിനുള്ളിൽ ചോറ്റാനിക്കരയിലെ ക്ഷേത്ര നട അടയ്ക്കും. 2 മണിക്ക് സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കര ദേവി കാണാനുള്ള അവസരമുണ്ടാവും. 2 മണിക്ക് നമുക്ക് തത്സമയം ആ ദൃശ്യങ്ങൾ